പൂർണ്ണ ഇൻഫോടെക്കിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സിനെ കുറിച്ചും അതോടൊപ്പം മെയിൽ മെർജിനെ കുറിച്ചുമാണ്. സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് എങ്ങനെ ഡോക്യുമെന്റിനകത്ത് ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്നും മെയിൽ മെർജ് എന്താണെന്നും അതിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ് എന്താണെന്നുമാണ്. ആദ്യം സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് എങ്ങനെ ഒരു ഡോക്യുമെന്റിനകത്ത് ഇൻസേർട്ട് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിനകത്ത് സ്മാർട്ട് ആർട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് വരുന്നത് ഇലുസ്ട്രേഷൻസിൻ്റെ അണ്ടറിലാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്കിൻ്റെ ഒരു ലിസ്റ്റ് വരും. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ആർട്ടാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഓൾ ഉണ്ട്, അതുപോലെ ലിസ്റ്റ് ഉണ്ട്, പ്രോസസ് ഉണ്ട്, സൈക്കിൾ ഉണ്ട്, അതുപോലെ ഹൈറാർക്കി, റിലേഷൻഷിപ്പ്, അങ്ങനെ കുറേ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അത് സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പം ഇത് വന്നിട്ട് എല്ലാതും വരുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ പ്രോസസ് എന്നൊക്കെ പറഞ്ഞാൽ, സൈക്കിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫുഡ് ചെയിനൊക്കെ വരയ്ക്കുന്ന സമയത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഒരു സ്മാർട്ട് ഗ്രാഫിക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ആയിട്ടുണ്ടാവും. ഇനി ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടെക്സ്റ്റ് പറയുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണോ കണ്ടന്റ് വേണ്ടിയിട്ട് അത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഫുഡ് ചെയിൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രാസ് എന്ന് കൊടുക്കണം, പിന്നെ ഇവിടെ ഗ്രാസ് ഹോപ്പർ എന്ന് കൊടുക്കാം, ഇവിടെ മൈസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. സ്നേക്ക്, പിന്നെ ഇവിടെ ഹോക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് ചെയിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഇതിനകത്ത് നമുക്കൊരു പുതിയ ഗ്രാഫിക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ബോക്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതായത് ഇതിനകത്തുള്ള ഷേപ്സ് നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ സ്മാർട്ട് ആർട്ട് ഡിസൈൻ പറഞ്ഞ ടാബ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഷേപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അതിനാണ് ആഡ് ഷേപ്പ് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ഷേപ്പ് ആഫ്റ്റർ ഉണ്ട്, ആഡ് ഷേപ്പ് ബിഫോർ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഷേപ്പിൻ്റെ മുന്നിലാണോ ആഡ് ചെയ്യേണ്ടത് അതോ അതിന് ശേഷമാണോ ആഡ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു പുതിയ ഷേപ്പ് ആഡായി വന്നിട്ടുണ്ടാവും. ഇനി ഈ ഷേപ്സിന് തന്നെ നമുക്ക് പൊസിഷൻ മാറ്റണമെങ്കിലും മാറ്റാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി മൂവ് അപ്പ് പറഞ്ഞ ഇതുണ്ട്, മൂവ് ഡൗൺ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അല്ല മൂവ് അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ വന്നിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാനാണ്. അതുപോലെ മൂവ് ഡൗൺ കൊടുത്തിട്ട് വീണ്ടും റൈറ്റ് ടു ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാവുന്നതാണ്. ഷെയറിങ് ഈസ് കെയറിങ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. ഇനി ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ലേ ഔട്ട് നമുക്ക് ഇഷ്ടമായില്ല, ഇത് വേറെ ലേ ഔട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഈ ഒരു സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് സെലക്ട് ചെയ്തിട്ട് സ്മാർട്ട് ആർട്ട് ഡിസൈനിൽ പോവാം. ഇവിടെ ലേ ഔട്ട് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ട മറ്റ് ലേ ഔട്ട്സ് ഒക്കെ കാണാൻ കഴിയും. ഇതിൽ ഏതാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കൊടുത്താൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഓരോ നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരും. അതുപോലെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടെ ഡിസൈൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഏത് ലേ ഔട്ടാണോ വേണ്ടത് അത് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ലേ ഔട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ലേ ഔട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി അതുപോലെ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതായത് സ്മാർട്ട് ആർട്ട് സ്റ്റൈൽസിൻ്റെ ഇപ്പോൾ നമ്മളെടുത്ത് ബ്ലൂ ആണ്, ഈ കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കളർഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഇനി ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ വരണം, 3D വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരമുള്ള ഒരു ടൂളാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ നമ്മുടെ ഇഷ്ടാനുസരണം അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ഗ്രാഫിക് പറഞ്ഞ ഓപ്ഷനകത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് നമുക്ക് ഒരെണ്ണം എങ്ങനെ പുതുതായി ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനൊരു ലിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3 നമ്മളിതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതിൽ പേരെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. സ്നേക്ക് എന്ന് ഓർക്കാം. പക്ഷെ ഇതിൽ മാക്സിമം നമുക്ക് എത്രയാണോ പറ്റുന്നത് അത്ര ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് വന്നിട്ട് അത് കട്ട് ചെയ്ത് കളയും. സ്നേക്ക് കൊടുത്തു. ഇവിടെ ആണെങ്കിൽ ഹോക്ക് എന്ന് കൊടുക്കാം. ഞാൻ ഓർഡർ ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട, ഇവിടെ സ്നേക്ക് ഹോക്ക് എന്നൊക്കെ വന്നു. പിന്നെ 2 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഇനി സപ്പോസ് അത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. അപ്പോൾ അവിടെ ഒരെണ്ണം ഡിലീറ്റ് ആയിപ്പോയി. ഇനി ഒരെണ്ണം കൂടി ബ്ലാങ്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതും അവിടെ വെച്ചിട്ട് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് പോയി. പിന്നെ ബാക്കിയുള്ളത് ഇതിനകത്ത് ആഡായി. ഇനി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും അതിനകത്ത് വരില്ല, കാരണം അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനനുസരിച്ച് ഇതിനകത്ത് ആഡ് ആവുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൽ മെർജിനെ കുറിച്ചിട്ടാണ്. മെയിൽ മെർജ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് സിമിലർ ആയിട്ടുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് മൾട്ടിപ്പിൾ റെസിപ്പിയൻസിന് സെൻഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ എക്സാം കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷെ നമ്മളത് കൊടുക്കുന്നത് മൾട്ടിപ്പിൾ റെസിപ്പിയൻസ് ആയിരിക്കും. അപ്പോൾ ആ ഫോർമാറ്റിനകത്ത് അവരുടെ പേര്, ക്ലാസ്, സബ്ജക്ട്സ് അല്ലെങ്കിൽ മാർക്സ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഈ ഒരു സെയിം റിപ്പോർട്ട് മൾട്ടിപ്പിൾ റെസിപ്പിയൻസിന് സെൻഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ മെർജ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വരുന്നത് 6 സ്റ്റെപ്സുകളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റുഡൻറ്റ് നെയിം, ക്ലാസ്, ഒരു 5 സബ്ജക്ട്സും ഉണ്ട്, അവരുടെ ടോട്ടലും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മെയിൽ മെർജ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 5 കുട്ടികൾക്ക് ഈ ഒരു റിപ്പോർട്ട് കാർഡ് സെൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ മെയിൽ മെർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിലിങ്സ് പറഞ്ഞ ടാബിനകത്താണ് പോകേണ്ടത്. ഇതിനകത്ത് സ്റ്റാർട്ട് മെയിൽ മെർജ് ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോകണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് സെലക്ട് ചെയ്ത് പോകാമെന്നാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോകാം. അതിൽ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഓരോ സ്റ്റെപ്സും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് 1 of 6 ആണ് കാണുന്നത്. അപ്പോൾ മൊത്തം 6 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചോദിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ആണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റർ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലെറ്റർ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. ഇപ്പോൾ നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിലാണ് എത്തിയിരിക്കുന്നത്. 2ാമത്തെ സ്റ്റെപ്പിൽ ചോദിക്കുന്നത് സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ഏത് ഡോക്യുമെൻറ്റ് വെച്ചിട്ടാണ് മെയിൽ മെർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കറൻറ്റ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കറൻറ്റ് ഡോക്യുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് മെയിൽ മെർജ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആർക്കൊക്കെയാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് 3rd സ്റ്റെപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അവരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ യൂസ് ആൻ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സൽ ഷീറ്റിൽ അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് ആ ഒരു എക്സൽ ഷീറ്റ് ഇതിനകത്ത് കൊണ്ടുവരാം. പിന്നെ നമ്മുടെ ഔട്ട്ലുക്ക് കോൺടാക്ട്സിൽ ഉള്ളവരെ വെച്ചിട്ട് അവരുടെ ലിസ്റ്റ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പുതിയ ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ക്രിയേറ്റ് വരുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേബിളാണ് വരുന്നത്. ടേബിളിൽ ഓൾറെഡി നമുക്ക് കുറച്ച് ഫീൽഡ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫീൽഡ്സ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ് കോളം വരുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ടേബിളിലുള്ള എല്ലാ ഫീൽഡ് നെയിംസും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഫീൽഡ് നെയിംസിൽ നമുക്ക് ടൈറ്റിൽ വരുന്ന ഓപ്ഷൻ വേണ്ട. അപ്പോൾ നമുക്കത് ഡിലീറ്റ് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. യെസ് കൊടുക്കാം. അപ്പോൾ ഡിലീറ്റ് ചെയ്തു. ഇനി സപ്പോസ് നമുക്കത് വേണമെങ്കിൽ പേര് മാറ്റിയിട്ടും കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇരുന്നോട്ടെ. അതിനിപ്പോൾ കമ്പനിയൊന്നും നമുക്ക് ആവശ്യമില്ല. അതിന് പകരം നമുക്ക് സബ്ജക്ട്സ് കൊടുക്കാം. അപ്പോൾ റീനെയിം എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ കമ്പനീൻ്റെ പകരം ഫിസിക്സ് എന്ന് കൊടുക്കാം, നമ്മൾ സബ്ജക്ട്സ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. പിന്നെ വേണ്ടത് കെമിസ്ട്രി കൊടുക്കാം. അപ്പോൾ അതും വീണ്ടും റീനെയിം കൊടുക്കാം, കെമിസ്ട്രി നോട്ട് പഠിക്കാം. പിന്നെ നമുക്കത് ബയോളജി എന്ന് കൊടുക്കാം, പഠിക്കാം. പിന്നെ റീനെയിം കൊടുത്തിട്ട്
മാത്തമാറ്റിക്സ് എൻ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. ഇതാണെങ്കിൽ നമുക്ക് എക്സലിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് എടുക്കാവുന്നതാണ്. സ്റ്റേറ്റ് റീനെയിം എന്ന് കൊടുത്തിട്ട് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ക്ലാസ് ആണ്. അപ്പോൾ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാം, യെസ് കൊടുക്കാം, ഡിലീറ്റ് കൊടുക്കാം, യെസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഫീൽഡ്സും ഇവിടെ ആയിക്കഴിഞ്ഞു. അതിന് ശേഷം ഇതിൻ്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനാണ് നമ്മൾ മൂവ് അപ്പ് മൂവ് ഡൗൺ വരുന്നത്. ഇപ്പോൾ ഞാൻ ക്ലാസ് പറയുന്നത് ലാസ്റ്റ് നെയിമിൽ തൊട്ട് കൊണ്ടുവയ്ക്കണമെങ്കിൽ നമുക്ക് അത് മൂവ് അപ്പിൽ കൊടുത്താൽ മതി. ഇനി നമുക്ക് താഴോട്ട് വരണമെങ്കിൽ മൂവ് ഡൗണിലോട്ട് കൊടുത്താൽ മതി. ഞാൻ മൂവ് അപ്പ് കൊടുത്തിട്ട് ലാസ്റ്റ് നെയിമിന് ശേഷം ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫീൽഡ്സ് ആയിരിക്കും ഇതിനകത്ത് വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി ഇതിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ അടിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും പേര് കൊടുക്കാം, അരുണ് കുമാർ എന്ന് കൊടുക്കാം. ഈ ക്ലാസ് ആണ്. ക്ലാസ് നമുക്ക് 10th A കൊടുക്കാം. ഇതിന് മാർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 82, കെമിസ്ട്രിയിൽ 80, ബയോളജിയിൽ 75, മാത്സിൽ 65, കമ്പ്യൂട്ടറിൽ 82 കൊടുക്കാം. ഇനി നമുക്ക് പുതിയ എൻട്രി വേണമെങ്കിൽ ന്യൂ എൻട്രി കൊടുക്കാം. ഇതിനകത്ത് അടുത്ത പേര് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 5 ആളുടെ പേര് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആൾക്കാരുടെ പേര് കൊടുക്കാം. 10th A, 90, 92, 85, 75 ഇഷ്ടമുള്ള രീതിയിൽ നമ്പർ കൊടുക്കാം കേട്ടോ. 90. അങ്ങനെ ഒരാളെയും കൂടി എൻട്രി ഉണ്ട്. ഇതിൽ നമുക്ക് എത്ര പേരിനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ 3 ആളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ന്യൂ എൻട്രി പറയുന്നത് പുതിയ എൻട്രി കൊടുക്കാൻ, ഡിലീറ്റ് എൻട്രി പറയുന്നത് നമ്മൾ ഇതിൽ കൊടുത്ത ഒരു എൻട്രി ഡിലീറ്റ് ചെയ്യാനാണ്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എൻട്രി ഡിലീറ്റ് ആവും. പിന്നെ ഫൈൻഡ് ചെയ്യുക പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്ന് ഒരാളുടെ പേര് ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ ജസ്റ്റ് ഫൈൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആരെയാണോ വേണ്ടത് അതിവിടെ ഫൈൻഡ് ചെയ്ത് വരും. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് നെയിമിലാണോ ആ ഒരു ഡാറ്റാബേസ് സേവ് ചെയ്യേണ്ടത് അതോ ചോദിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. വേണ്ട ഡെസ്ക്ടോപ്പിനകത്ത് തന്നെ കൊടുക്കാം. ഡെസ്ക്ടോപ്പിനകത്ത് ടെസ്റ്റ് വേണ്ടി കൊടുക്കുന്നുണ്ട്. സേവ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 ഓപ്ഷൻ വരും. സെലക്ട് ഡിഫറെൻറ്റ് ലിസ്റ്റ്, എഡിറ്റ് റെസിപ്പിയൻ ലിസ്റ്റ് എന്ന്. ഒന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും വേറെ ലിസ്റ്റ് തയ്യാറാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ആഡ് ചെയ്ത റെസിപ്പിയൻ ലിസ്റ്റിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റെസിപ്പിയെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിനകത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് പറഞ്ഞ ടേബിളിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണം എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് കൊടുത്തിട്ട് ഇത് നമുക്ക് ഫർദർ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ യെസ് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഈ ഓപ്ഷനിൽ പോയാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 4th സ്റ്റെപ്പിലോട്ട് പോവാം. നെക്സ്റ്റ് റൈറ്റ് യുവർ ലെറ്റർ, അതായത് നമ്മുടെ വേണ്ട അഡ്രസ് ബ്ലോക്കൊക്കെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റെസിപ്പിയൻ ലിസ്റ്റിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ മോർ ഐറ്റംസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഫീൽഡ്സ് ആണ് കാണുന്നത്. ഏത് ഫീൽഡിനാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിം വരും. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ലാസ്റ്റ് നെയിമും കൊടുക്കാം. ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കേഴ്സർ കൊണ്ട് വയ്ക്കാം. എന്നിട്ട് ഫിസിക്സ് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കാം. പിന്നെ കെമിസ്ട്രി സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കാം. പിന്നെ ബയോളജി സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കാം. പിന്നെ
മാത്തമാറ്റിക്സ് ഇൻസേർട്ട് കൊടുക്കാം. പിന്നെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാം, ഇൻസേർട്ട് കൊടുക്കാം. ഇത്രയും ഫീൽഡ്സ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്യാം. സൈസ് കുറച്ച് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ ക്ലാസ്, സബ്ജക്ട്സിൻ്റെ മാർക്സ് ആണ് ഇവിടെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയും പോയിട്ട് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെയിലിങ്ങിൽ പോയിട്ട് ഇൻസേർട്ട് മെർജ് ഫീൽഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഫീൽഡ്സ് വരും. അപ്പോൾ എവിടെയാണോ അത് വരേണ്ടത് വെച്ചാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ഫീൽഡ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലാസ് ആണെന്ന് വെച്ചാൽ ക്ലാസ് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. അതായത് 5ാമത്തെ സ്റ്റെപ്പ്, അതായത് നമ്മുടെ ലെറ്റർ പ്രിവ്യൂ കാണിക്കാനാണ്. അതിപ്പോൾ അരുൺ കുമാറിൻ്റെ സ്റ്റുഡൻറ് നെയിം എന്താണ്, നമ്മൾ അരുൺ കുമാർ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരുൺ കുമാർ 10th A അവരുടെ മാർക്ക്. പിന്നെ ഓരോ റെസിപ്പിയൻ്റായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. റെസിപ്പിയൻ 1 ആണ്, റെസിപ്പിയൻ 2 നമ്മളോട് സൈറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് മാറും. അതുപോലെ റെസിപ്പിയൻ 3 അവരുടെ ഓരോരുത്തരുടെയും മാർക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ മെർജ്, അതായത് നമ്മുടെ മെയിൽ മെർജ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് മെയിൽ മെർജ് പോകുന്നത്. നമ്മൾ മെയിൽ മെർജ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഫിനിഷ് ആൻഡ് മെർജ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയി കൊടുക്കും. അപ്പോൾ ഞാൻ ഫിനിഷ് ആൻഡ് മെർജ് കൊടുത്തു, എഡിറ്റ് ഇൻഡിവിജ്വൽ കൊടുത്തു, ഓൾ കൊടുത്തു. ഇനി നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. പിന്നെ നമുക്ക് പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ പ്രോക്സി പോട്ട് ഓരോരുത്തരുടെയും സെറ്റ് ആയിട്ടുണ്ടാവും. നമുക്കിതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റാർട്ട് മെയിൽ മെർജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള സെലക്ട് റെസിപ്പിയൻസിൽ പോയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ന്യൂ ലിസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എടുക്കാം. എക്സിസ്റ്റിംഗ് ലിസ്റ്റ് പറഞ്ഞാൽ നമുക്ക് എക്സലൊക്കെ എടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് അത് റെസിപ്പിയൻ്റെ ലിസ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അപ്പോഴും ഈ ബോക്സ് തന്നെയാണ് വേണ്ടത്. പിന്നെ വന്നിട്ട് നമുക്ക് ഹൈലൈറ്റ് മെർജ് ഫീൽഡ്സ് കൊടുക്കാം, അതുപോലെ അഡ്രസ് ബ്ലോക്ക് കൊടുക്കാം, ഗ്രീറ്റിംഗ് ലൈൻസ് ഒക്കെ കൊടുക്കാം. ഇത് നമ്മൾ ആ സ്റ്റെപ്സിൽ കണ്ട അതേ തന്നെയാണ്. പിന്നെ വന്നിട്ട് ഇൻസേർട്ട് മെർജ് ഫീൽഡാണ് നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിലോട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീൽഡ്സ് ഒക്കെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ കഴിയും. പിന്നെ ഫിനിഷ് ആൻഡ് മെർജ് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇതിലൂടെ പോയിട്ടും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്ന് നമ്മൾ പഠിച്ച ക്ലാസ്സിന്റെ ഒരു സമ്മറി പേജാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സിനെ കുറിച്ചിട്ടാണ്. ഒരു സ്മാർട്ട് ആർട്ട് എങ്ങനെ ഡോക്യുമെന്റിനകത്ത് ആഡ് ചെയ്യാം, അത് വന്നിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം എന്നൊക്കെ കുറിച്ചിട്ടാണ് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് മെയിൽ മെർജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിൽ മെർജിൽ ഒരു 6 സ്റ്റെപ്സുകൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ ചെയ്യാമെന്നാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിച്ചത്.